ഹലോ, ചിഞ്ചൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ നമ്മുടെ സച്ചി പറയാണ്, അമ്മയുടെ തലയിൽ വെച്ച് ഇവൻ സത്യം വെക്കുകയാണെങ്കിൽ മാത്രമേ ഇവനെ ഞാൻ ഈ വീട്ടിൽ കയറ്റുള്ളൂ എന്ന്, അതായത് 50 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുമെന്ന് ഇവൻ സത്യം വെക്കുകയാണെങ്കിൽ മാത്രമേ ഇവനെ ഈ വീട്ടിൽ കയറ്റുള്ളൂ എന്ന് സച്ചി പറയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രമതിയും സുധിയും ഒക്കെ ഒന്ന് വേവലാതിപ്പെട്ടെങ്കിലും സുധി സത്യം വെച്ചു. പിറ്റേന്ന് സുധി വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട് പുറത്തു പോവുകയാണ്. അങ്ങനെ ജോലിക്ക് പോവുകയാണ്. അവിടെ വെച്ച് ശ്രുതിയെ കാണുന്നുണ്ട്. ശ്രുതിക്ക് നമ്മുടെ സുധിയുടെ വർത്താനമൊക്കെ കേട്ടിട്ട് ഒരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രമതിയും സുധിയുടെ സംസാരിക്കുന്നതാണ്. അപ്പം ഒരു ചായയുമായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് നമ്മുടെ രേവതി വരികയാണ്. അപ്പം അത് കണ്ടിട്ട് ചന്ദ്രമതി ചോദിക്കുക, അതെന്താ നീ എനിക്ക് മാത്രം ചായ എടുത്തത്, ഇവന് ചായ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി പറയാണ്, ഇയാൾക്ക് ചായ എടുക്കാൻ എനിക്കാവില്ല, വേണമെങ്കിൽ അമ്മ എടുത്തോ, അല്ലെങ്കിൽ ഇയാൾ പോയി എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവൻ ചന്ദ്രമതി പറയാ, അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇന്ന് ടിഫിനും ഒന്നും നീ ഇവന് കൊടുത്തിട്ടില്ല, നീ ഇവനും ചായ കൊടുക്കണം, നീ പോയി എടുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയാ, അതിനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും ഇയാൾക്ക് ചായ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതി പറയാ, നിന്നോട് ഇവൻ ചെയ്തതിനെല്ലാം ഇവൻ ക്ഷമ ചോദിച്ചില്ലേ, പിന്നെയും നിനക്ക് എന്താ ഇത്ര അഹങ്കാരം, നീ പോയി ചായ എടുക്ക്, ഇത് ഞാൻ സുധിക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സച്ചി ഒരു ഡോറിൻ്റെ അടുത്ത് കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറയാം, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അമ്മ വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി തിരിഞ്ഞു പോകുമ്പോഴേക്കും ചന്ദ്രമതി രേവതിയുടെ കൈ പിടിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നേരെ നമ്മുടെ സുധിക്ക് ഈ ചായ കൊടുക്കുകയാണ്. എന്നിട്ട് പോയി പുതിയ ചായ എടുക്കാനും പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സച്ചി ഈ ചായ തട്ടിയെടുത്ത് ഇവരെ നോക്കി ഒരൊറ്റ കുടിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ ഒരിക്കലും ഇനി ഇവന് വേണ്ടി ഒന്നും ചെയ്യില്ല, രേവതി സുധിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ഇവൻ ഇവിടുത്തെ ഒരു കടക്കാരൻ മാത്രമാണ്, ഞാൻ പറയുന്നത് ഇവൻ കേൾക്കണം, ഇവനൊരു 50 ലക്ഷം രൂപ ഇവിടെ തരാനുണ്ട്, അത്രയുള്ള ഒരു കടക്കാരൻ മാത്രമാണ്, അല്ലാതെ രേവതി ഇവന് വേണ്ടി ഒരു പണി ഇവിടെ എടുക്കില്ല, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ, അതായത് ചന്ദ്രമതി പോയി ജോലി എടുത്ത് ഇവന് കൊടുത്താൽ മതി, അല്ലാതെ രേവതി ഒന്നും ഇവന് വേണ്ടി ചെയ്യില്ല എന്ന് സച്ചി തീർത്ത് പറയാണ്. അത് കേട്ട് രേവതി നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റത്തെ എപ്പിസോഡ്. ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.